നമസ്കാരം മലയാളി വാർത്തയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വാർത്തകളിലേക്ക് കടക്കുകയാണ്. ആദ്യം തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് ഇറാനിലെ സ്ഥിതി എന്താണ് എന്നാണ്. 2 ദിവസമായി ഇറാൻ ശാന്തമാണ്. അമേരിക്ക ആക്രമണം നിർത്തിവെച്ചിരിക്കുന്നു. എന്നാൽ കാസ്പിയൻ കടലിൽ ഇറാൻ കപ്പലിന് നേരെ യുക്രൈൻ നടത്തിയ ആക്രമണത്തിൽ മറുപടിയില്ലാതെ പോകാനാകില്ല എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി. യുക്രൈനിന്റെ നടപടിയിൽ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ കുറ്റപ്പെടുത്തിയ ഇറാൻ വിദേശകാര്യമന്ത്രി തിരിച്ചടി ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് കൂടി കൊടുത്തിരിക്കുകയാണ്. ഇതോടെ US ഇറാൻ സംഘർഷം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിക്കുകയാണ് എന്നൊരു ആശങ്ക കൂടി ഒരു വശത്ത് ശക്തമാകുന്നു. അതേസമയം ഹോർമുസ് കടലിടുക്കിൽ മൈനിൽ തട്ടി എണ്ണ ടാങ്കർ തകരുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇറാൻ നിശ്ചയിച്ചു നൽകിയ പാത വിട്ട് സഞ്ചരിച്ച കപ്പലാണ് തകർന്നത്. ചെങ്കടലിൽ 2 സൗദി എണ്ണ ടാങ്കറുകൾക്കെതിരെ നേരെ വീണ്ടും ഹൂതി വിമതരെന്ന് കരുതുന്നവരുടെ ആക്രമണവും ഉണ്ടായി. അതേസമയം US വെടിനിർത്തൽ തുടരുന്നിടത്തോളം തങ്ങളും സമാധാനം പാലിക്കുമെന്ന് ഇറാൻ 13 ദിവസം നീണ്ട വ്യോമാക്രമണം നിർത്തിവെക്കുന്നതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നയതന്ത്ര ശ്രമങ്ങൾക്കായാണ് വെടിനിർത്തലെന്നും US നിലപാടെടുത്തു. എന്നാൽ മുൻ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ US നിലപാടിൽ ശുഭാപ്തി വിശ്വാസമില്ലെന്ന് ഇറാൻ അറിയിച്ചു. US മിസൈൽ ശേഖരം അതിവേഗം കുറഞ്ഞു വരികയാണെന്ന് ഉദ്യോഗസ്ഥരുടെ മുന്നറിയിപ്പാണ് ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നിലെന്നും സൂചന. യുക്രൈനിലെ ഒഡേസ തുറമുഖത്ത് നിർത്തിയിട്ടിരുന്ന ചരക്ക് കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 2 ഇന്ത്യൻ പൗരന്മാരെ കാണാതാകുന്ന ഒരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ രാത്രിയാണ് സംഭവം നടന്നത്. MG Aegean റാഗ്നർ എന്ന കപ്പലിന് നേരെയാണ് ആക്രമണം. കപ്പലിലാകെ 4 ഇന്ത്യക്കാരാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 2 പേർ സുരക്ഷിതരാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കാണാതായവരുടെ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. കാണാതായ ഇന്ത്യൻ പൗരന്മാർക്കായുള്ള തിരച്ചിലും രക്ഷാപ്രവർത്തനവും ഊർജിതമായി നടക്കുകയാണെന്നും യുക്രൈൻ അധികൃതരുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്നും ഇന്ത്യൻ എംബസി Xൽ കുറിച്ചു. അടിയന്തര കോൺസുലർ സഹായം ആവശ്യമുള്ളവർക്കായി 380335559958 എന്ന എമർജൻസി ഫോൺ നമ്പരും cons.kyiv@me.gov.in cons1.kyiv@me.gov.in എന്ന ഇമെയിൽ വിലാസങ്ങളും എംബസി പങ്കുവച്ചു. 2022 ഫെബ്രുവരിയിൽ റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയത് മുതൽ ഒഡേസ തുറമുഖത്തിന് നേരെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ പതിവാണ്. ദിവസങ്ങൾക്ക് മുൻപ് ജൂലൈ 19-നും ഒഡേസ തുറമുഖത്ത് കപ്പലിന് നേരെ നടന്ന സമാനമായ ആക്രമണത്തിൽ 4 ഇന്ത്യക്കാർ കൊല്ലപ്പെടുകയും ഒരാൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. MV ഗോൾഡൻ ലിയോ എന്ന കപ്പലിലെ ജീവനക്കാരായ 5 ഇന്ത്യക്കാരാണ് അന്ന് ആക്രമണത്തിൽപ്പെട്ടത്. വാണിജ്യ കപ്പലുകളെ ലക്ഷ്യമിടുന്നതും സാധാരണക്കാരായ ജീവനക്കാരുടെ ജീവൻ അപകടത്തിലാക്കുന്നതും അങ്ങേയറ്റം അപലപനീയമാണെന്ന് ഇന്ത്യ പ്രതികരിച്ചു. സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ സംഘർഷബാധിത മേഖലകളിൽ ജോലി സ്വീകരിക്കുന്നതിന് മുൻപ് സുരക്ഷാ സാഹചര്യം കർശനമായി വിലയിരുത്തണമെന്ന് കേന്ദ്ര സർക്കാർ ഇന്ത്യൻ പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. വാണിജ്യ കപ്പലുകൾക്ക് നേരെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ വർദ്ധിക്കുകയാണെന്നും 2026 ഏപ്രിൽ മുതലുണ്ടായ ഇത്തരം സംഭവങ്ങളിൽ 5 ഇന്ത്യക്കാർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇത്തരം കപ്പലുകളിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ നാവികർ തങ്ങളുടെ യാത്രാ വിവരങ്ങൾ കുടുംബാംഗങ്ങളെ കൃത്യമായി അറിയിക്കണമെന്നും നിരന്തരം ബന്ധം പുലർത്തണമെന്നും നിർദ്ദേശമുണ്ട്. ഇറാനെതിരായ US ആക്രമണങ്ങളിൽ അയവ് വന്നതിന് പിന്നാലെ പ്രത്യാക്രമണങ്ങൾ നിർത്തിവെച്ചതായി ഇറാൻ സൈന്യം വ്യക്തമാക്കി. കഴിഞ്ഞ 2 രാത്രികളായി US അവരുടെ ആക്രമണങ്ങൾ നിർത്തിവെക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ തങ്ങളും പ്രതികാര നടപടികൾ നിർത്തിവെക്കുകയാണെന്ന് ഇറാൻ സൈനിക വക്താവ് അമീർ അക്രാമിനിയ പറഞ്ഞു. തങ്ങളുടെ തന്ത്രം അടിസ്ഥാനപരമായി പ്രത്യാക്രമണം മാത്രമായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇറാനെതിരെ 2 ആഴ്ച തുടർച്ചയായി നടത്തിവന്ന വ്യോമാക്രമണങ്ങൾക്ക് USഉം താൽക്കാലിക വിരാമമിട്ടിരുന്നു. ഇറാനെതിരെ പുതിയ സൈനിക നടപടികൾ വെള്ളിയാഴ്ച വേണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിട്ടതായാണ് റിപ്പോർട്ട്. കഴിഞ്ഞ 13 ദിവസമായി ഇറാന് നേരെ പ്രതിദിന ആക്രമണങ്ങൾക്ക് ട്രംപ് അനുമതി നൽകിയിരുന്നു. എന്നാൽ വെള്ളിയാഴ്ചത്തെ ആക്രമണ പദ്ധതിയോട് അദ്ദേഹം വിമുഖത കാണിച്ചു. ആക്രമണം നിർത്തിവെച്ചത് താൽക്കാലികമാണോ അതോ US നയത്തിൽ വന്ന വലിയൊരു മാറ്റത്തിന്റെ ഭാഗമാണോ എന്നത് വ്യക്തമല്ല. ഇറാനെതിരായ സൈനിക നടപടികൾ ശക്തമാക്കാനുള്ള നീക്കങ്ങളിൽ നിന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് താൽക്കാലികമായി പിന്മാറി. പശ്ചിമേഷ്യയിലെ US സേനയുടെ പക്കലുള്ള പ്രതിരോധ മിസൈലുകളുടെയും പേട്രിയറ്റ് മിസൈലുകളുടെയും ശേഖരം ഗണ്യമായി കുറയുന്നുവെന്ന പെന്റഗണിന്റെയും ഉന്നത സൈനിക ഉപദേശകരുടെയും മുന്നറിയിപ്പിനെ തുടർന്നാണ് ഈ തീരുമാനം. ഇറാനിലെ സൈനിക ഊർജ്ജ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് വൻ വ്യോമാക്രമണങ്ങൾ നടത്താൻ ട്രംപ് ആലോചിച്ചിരുന്നു. എന്നാൽ ഇത്തരമൊരു പോരാട്ട മേഖലയിലെ US സൈനിക താവളങ്ങളെ പ്രതിരോധമില്ലാത്ത അവസ്ഥയിലാക്കുമെന്ന്
തയ്യാറാണെന്നും ആഗോള സാമ്പത്തിക രംഗത്തെ ഊർജ്ജ പ്രതിസന്ധി കൂടുതൽ സങ്കീർണമാക്കുമെന്നും സൈനിക ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകിയതിനെ തുടർന്നാണ് പിന്മാറിയത്. അടച്ചിട്ട മുറിയിൽ നടന്ന ട്രംപിന്റെ ക്യാബിനറ്റ് അംഗങ്ങളുടെ ഉന്നതതല യോഗത്തിലാണ് മിസൈൽ ക്ഷാമം സംബന്ധിച്ച ആശങ്കകൾ പെന്റഗൺ പങ്കുവച്ചത്. ജോയിന്റ് ചീഫ്സ് ഓഫ് സ്റ്റാഫ് ചെയർമാൻ ജനറൽ ഡാൻ കെയ്ൻ ഇറാനെതിരെ വലിയൊരു സൈനിക നീക്കം നടത്താൻ US സേന സജ്ജമാണെങ്കിലും സെൻട്രൽ കമാൻഡിന്റെ പക്കലുള്ള വ്യോമ പ്രതിരോധ മിസൈൽ ശേഖരം പൂർണ്ണമായി തീർന്നുപോകുന്നത് കാരണമാകുമെന്ന് യോഗത്തിൽ വ്യക്തമാക്കി. കഴിഞ്ഞ 2 ആഴ്ചയായി ജോർദാൻ, കുവൈറ്റ്, ബഹ്റിൻ, UAE എന്നിവിടങ്ങളിലെ US സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ വൻതോതിൽ ബാലിസ്റ്റിക് മിസൈൽ ഡ്രോൺ ആക്രമണം നടത്തുകയാണ്. ഇതിൽ ജോർദാനിലെ താവളത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 US സൈനികർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. വെള്ളിയാഴ്ച ചേർന്ന യോഗത്തിന് തൊട്ട് മുൻപ് വരെ ഇറാനെതിരെ അതിശക്തമായ ആക്രമണത്തിന് ട്രംപ് ഒരുങ്ങിയിരുന്നു. ഇറാനിയൻ തീരദേശ റഡാർ സംവിധാനങ്ങൾ, ആന്റി ഷിപ്പ് മിസൈൽ ലോഞ്ചറുകൾ, ഹോർമുസ് കടലിടുക്കിലെ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്താൻ ഉപയോഗിക്കുന്ന ചെറു ബോട്ടുകൾ എന്നിവ തകർക്കുകയായിരുന്നു ആക്രമണത്തിന്റെ ആദ്യഘട്ടം. ഇതിനു പുറമെ ഇറാന്റെ ഊർജ്ജ ഇൻഫ്രാസ്ട്രക്ചറുകൾ, പിക് ആക്സ് മൗണ്ടൻ എന്നറിയപ്പെടുന്ന അതീവ സുരക്ഷിതമായ ആണവ കേന്ദ്രം ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാനമായ ലൊക്കേഷനുകൾ എന്നിവ ആക്രമിക്കാനും പദ്ധതിയിട്ടിരുന്നു. തെക്കൻ തീരത്തേക്ക് സൈനിക സാമഗ്രികൾ എത്തിക്കാൻ ഇറാൻ ഉപയോഗിക്കുന്ന റെയിൽവേ പാലങ്ങൾ US സേന ഇതിനകം തന്നെ തകർത്തു. ഡൊണാൾഡ് ട്രംപ് മാധ്യമങ്ങളോട് സംസാരിക്കവേ തങ്ങൾ ലോക്ക്ഡ് ആൻഡ് ലോഡഡ് ആണെന്നും വലിയൊരു ആക്രമണത്തിന്റെ തൊട്ടരികയാണെന്നും പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ സൈനിക വിദഗ്ധരുടെ ഉപദേശത്തെ തുടർന്ന് അദ്ദേഹം പദ്ധതികൾ താൽക്കാലികമായി മാറ്റിവെക്കുകയും ചെയ്തു. തുടർച്ചയായ 13 രാത്രികളിൽ ഇറാനിയൻ കേന്ദ്രങ്ങൾക്ക് നേരെ US അതിശക്തമായ വ്യോമാക്രമണം നടത്തിയിരുന്നു. ഇതിന് തിരിച്ചടിയായി ഇറാനും മേഖലയിലെ US താവളങ്ങൾ ലക്ഷ്യമിട്ടു. എന്നാൽ വെള്ളിയാഴ്ച രാത്രി US ഭാഗത്തു നിന്ന് ആക്രമണങ്ങളൊന്നും ഉണ്ടായില്ല. 2 ആഴ്ചക്കിടെ ആദ്യമായാണ് മേഖലയിൽ യുദ്ധത്തിന്റെ തീവ്രത കുറയുന്നത്. എങ്കിലും യമനിലെ സൗദി പിന്തുണയുള്ള സേനയും ഇറാൻ പിന്തുണയുള്ള ഹൂതി വിമതരും തമ്മിലുള്ള പോരാട്ടം ശക്തമായി തുടരുകയാണ്. 5 മാസത്തോളമായി തുടരുന്ന ഈ സംഘർഷം അവസാനിപ്പിക്കാനും രാജ്യാന്തര കപ്പൽ ഗതാഗതത്തിനായി ഹോർമുസ് കടലിടുക്ക് സുരക്ഷിതമായി തുറന്നുകൊടുക്കാനും ട്രംപ് ഭരണകൂടം വഴിതേടുകയാണ്. ഇന്ധനവില വീണ്ടും ഉയർന്നത് ആഗോള സമ്പദ് വ്യവസ്ഥയെ ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. ഇറാനെതിരെ വീണ്ടും ശക്തമായ സൈനിക നീക്കം നടത്തുന്നത് അവരെ ചർച്ചകൾക്ക് പ്രേരിപ്പിക്കില്ലെന്നും മറിച്ച് ഇറാന്റെ രാഷ്ട്രീയ സൈനിക നേതൃത്വത്തെ ഒന്നിച്ചു നിർത്താൻ മാത്രമേ സഹായിക്കൂവെന്നും ചില മുതിർന്ന US ഉദ്യോഗസ്ഥർ വിശ്വസിക്കുന്നു. ഭാഗികമായ ഭീഷണി ഉയരുമ്പോൾ ഇറാനിലെ ജനറലുകൾ ഭരണകൂടത്തിന് പിന്നിൽ അണിനിരക്കാൻ സാധ്യതയുണ്ടെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു.